മെസ്സിക്കെതിരായ ലോകകപ്പ് ഫൈനലിന് ശേഷം താൻ നരകതുല്യനായിരുന്നെന്ന് കിലിയൻ എംബാപ്പെ അർജന്റീന vs ഫ്രാൻസ് തമ്മിലുള്ള വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ഒരു ഫീലിങ്സ് വന്ന് തുറന്നു പറഞ്ഞേക്കുകയാണ്. തനിക്ക് ഒരു നരകതുല്യമായ സമയങ്ങളായിരുന്നു ആ ഒരു ഫൈനൽ മത്സരത്തിന് ശേഷം എന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ലയണൽ മെസ്സിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വന്ന് പറഞ്ഞു. ലയണൽ മെസ്സി എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു. തീർച്ചയായും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനാകും. ചിലപ്പോഴൊക്കെ പരിശീലന സെക്ഷനുകളിൽ നിന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിക്കാറുണ്ടായിരുന്നു എന്ന്. അതായത് PSG ഇരുവരും ഒരുമിച്ച് കളിച്ചതാണ്. PSG കുറച്ച് വർഷങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് ഇപ്പോൾ ലയണൽ മെസ്സി ഇന്റർ മയാമിയിലേക്കും കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലും എത്തി. രണ്ട് ടീമുകളിലെത്തി. അദ്ദേഹം PSG കളിക്കുന്ന സമയത്ത് ഉണ്ടായൊരു അനുഭവം, ലയണൽ മെസ്സിയുമായിട്ട് പരിശീലന സമയത്ത് അവർ സംസാരിച്ച സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കിലിയൻ എംബാപ്പെ വിവരിക്കുന്നത്. മെസ്സിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്യാനാകും. തീർച്ചയായും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്നും ലയണൽ മെസ്സിയോട് തന്നെ താൻ പരിശീലന സമയങ്ങളിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എന്നും ഇപ്പോൾ കിലിയൻ എംബാപ്പെ വന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രാൻസ് ടീമിന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ബാലൻഡിയോർ നേടണം എന്നുള്ള ചർച്ചകൾ സജീവമാണ്. അതായത് ബാലൻഡിയോർ നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫ്രാൻസ് ടീമിൻ്റെ മാനേജ്മെൻറ്റിനോട് പരിശീലകനോടൊക്കെ എനിക്ക് നിർണായക മത്സരങ്ങൾ മാത്രമേ ഞാൻ കളിക്കൂ, അതിന് മാത്രം എന്നെ വിളിച്ചാൽ മതി എന്നുള്ളതൊക്കെ സംസാരങ്ങളൊക്കെ മുന്നേ ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം വന്ന് അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ടീമിൻ്റെ അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൂടി വന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നവംബർ മാസത്തെ മത്സരത്തിൽ, ഫ്രാൻസിൻ്റെ മത്സരത്തിൽ എനിക്ക് കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പരിശീലകൻ്റെ തീരുമാനമായിരുന്നു ഞാൻ കളിക്കേണ്ട എന്നുള്ളത് എന്നാണ് എംബാപ്പെ പറഞ്ഞത്. തനിക്ക് കളിക്കാൻ താല്പര്യമുണ്ടായിട്ട് പരിശീലകൻ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്ന്. ഏതായാലും കിലിയൻ എംബാപ്പെ റയലിലെത്തിയിട്ട് ഇപ്പോൾ നല്ല സമയങ്ങളല്ല കടന്നു പോകുന്നത്. തീർച്ചയായും അദ്ദേഹം തിരിച്ചു വരുമെന്ന് അദ്ദേഹം തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. റയലിൽ എനിക്ക് നല്ല സമയങ്ങൾ വരുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥിരതയാണ് പെർഫോമൻസ്. PSG ഫ്രാൻസിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം കളത്തിലിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീഡ് ഗെയിം, സ്കോറിങ്, അസിസ്റ്റ് അങ്ങനെ എല്ലാം ഒത്തിണങ്ങി അദ്ദേഹത്തിൻ്റെ ലെവലുണ്ടല്ലോ, നിലവിൽ അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിലെ ലെവല്, ആ ഒരു ലെവലൊക്കെ നമ്മൾ കണ്ടിട്ട് കുറേ മാസങ്ങളായി. ഏതായാലും അദ്ദേഹം കരുത്തനായി തന്നെ തിരിച്ചു വരുമെന്ന് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ.